നമസ്കാരം. താരിഫ് യുദ്ധം ട്രംപ് തോറ്റു. താരിഫ് യുദ്ധത്തിൽ പിന്നോട്ടടിയേറ്റത് വീണ്ടും ഡൊണാൾഡ് ട്രംപിന് തന്നെയാണ്. ഇന്ത്യ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾക്കെതിരെ പ്രഖ്യാപിച്ച പകരം തീരുവകളിൽ ഭൂരിഭാഗവും നിയമപരമായി നിലനിൽക്കില്ല എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയതോടെ സാമ്പത്തിക ശക്തി പ്രദർശനം എന്ന പേരിൽ നടത്തിയ ട്രംപിന്റെ വ്യാപാര നയം വലിയ ചോദ്യചിഹ്നത്തിന് മുന്നിൽ നിൽക്കുകയാണ്. ട്രംപിന്റെ പകരം തീരുവകളിൽ ഭൂരിഭാഗവും US സുപ്രീം കോടതി അസാധുവാക്കിയെങ്കിലും ട്രംപ് പ്രഖ്യാപിച്ച എല്ലാ തീരുവകൾക്കും വിധി ബാധകമല്ല. എന്നിരുന്നാലും വിധി എല്ലാ തീരുവകളും റദ്ദാക്കിയിട്ടില്ല. സ്റ്റീൽ, അലൂമിനിയം എന്നിവയ്ക്ക് ചുമത്തുന്ന 50% തീരുവയും വാഹന ഘടകങ്ങൾക്കുമേൽ ഈടാക്കുന്ന 25% തീരുവയും തുടരുന്നതാണ് യാഥാർത്ഥ്യം. ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതികൾക്കും ഇതേ ചുമതലകൾ ബാധകമാകും. പക്ഷേ ഇത് ട്രംപിന്റെ നയത്തിന് വിജയം നൽകുന്നില്ല. മറിച്ച് അദ്ദേഹത്തിന്റെ വ്യാപാര രാഷ്ട്രീയത്തിലെ അസന്തുലിതാവസ്ഥയും അനിശ്ചിതത്വവും കൂടുതൽ തുറന്നു കാട്ടുകയാണ്. അതേസമയം സ്മാർട്ട് ഫോണുകൾ, മരുന്നുകൾ, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ എന്നിവ തീരുവ 0 തുടരും. ട്രംപിന്റെ ഇടപെടലോടെ യൂറോപ്യൻ യൂണിയൻ, UK, ജപ്പാൻ, മലേഷ്യ, ഇന്തോനേഷ്യ, വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങളുമായി US ധാരണയിലെത്തിയ വ്യാപാര കരാറുകളൊക്കെ സുപ്രീം കോടതി വിധിയോടെ അസാധുവായി. കാരണം അവയെല്ലാം ട്രംപ് 1977 ഇന്റർനാഷണൽ എമർജൻസി എക്കണോമിക് പവേഴ്സ് ആക്ട് പ്രകാരം തീരുവ പ്രഖ്യാപിച്ച ശേഷം ഏർപ്പെട്ട ഡീലുകളായി. ഇന്ത്യയുമായി ഏകദേശ ധാരണയിലെത്തിയ ഡീലും അസാധുവാണ്. കഴിഞ്ഞ വർഷം ഏപ്രിലാണ് ലിബറേഷൻ ഡേ എന്ന പ്രഖ്യാപനത്തോടെ ട്രംപ് ലോകത്തെ ഏതാണ്ട് എല്ലാ രാജ്യങ്ങൾക്കുമേൽ IEEPA പ്രകാരം പകരം തീരുവ ചുമത്തിയത്. ഇന്ത്യക്ക് മേൽ ഏർപ്പെടുത്തിയത് 26% തീരുവ. പിന്നീട് ട്രംപ് ഈ തീരുവ 1% കുറച്ച് 25%. ഇപ്പോൾ സുപ്രീം കോടതി IEEPA തീരുവകൾ അസാധുവാക്കിയതോടെ ഇന്ത്യക്ക് ഇപ്പോൾ ബാധകം വെറും 3%. അതായത് പകരം തീരുവയൊക്കെ ചുമത്തും മുൻപുണ്ടായിരുന്ന 3%. ഈ 3% പോലും 40%ഓളം ഉൽപ്പന്നങ്ങൾക്ക് ബാധകമല്ല എന്നതാണ് മറ്റൊരു കാര്യം. ട്രംപിന്റെ സാമ്പത്തിക സമീപനം തുടക്കം മുതൽ തന്നെ ഭീഷണിയുടെയും സമ്മർദ്ദത്തിന്റെയും രാഷ്ട്രീയമായി. ആഗോള വ്യാപാരം സഹകരണത്തിന്റെയും പരസ്പര വിശ്വാസത്തിന്റെയും അടിസ്ഥാനത്തിലാണ് മുന്നേറേണ്ടത്. എന്നാൽ ട്രംപ് അതിനെ മത്സരമാക്കി, പിന്നീട് അത് യുദ്ധമാക്കി. തീരുവകൾ അദ്ദേഹത്തിന് സാമ്പത്തിക ഉപകരണം മാത്രമല്ല, രാഷ്ട്രീയ ആയുധവുമായി. ഈ സമീപനം ലോകത്തിലെ സഖ്യരാജ്യങ്ങളോട് പോലും അവിശ്വാസം വളർത്തി. സുപ്രീം കോടതിയുടെ ഇടപെടൽ ഈ നയത്തിന്റെ പരിധി കാണിച്ചു തന്നു. ഒരു പ്രസിഡന്റിന്റെ രാഷ്ട്രീയ വാഗ്ദാനങ്ങൾക്കോ വ്യക്തിപരമായ നിലപാടുകൾക്കോ താല്പര്യങ്ങൾക്കോ മുകളിൽ നിൽക്കുന്നത് നിയമമാണ്. ജനാധിപത്യ രാജ്യങ്ങളിൽ സ്ഥാപനങ്ങൾ ശക്തമാണെങ്കിൽ അധികാരത്തിന്റെ അമിത പ്രയോഗം നീണ്ടു നിൽക്കില്ല എന്നതിന് ഇത് തെളിവാണ്. ട്രംപ് പലപ്പോഴും തന്റെ തീരുമാനങ്ങളെ ദേശീയ സുരക്ഷ എന്ന പേരിൽ ന്യായീകരിച്ചെങ്കിലും അതിന്റെ പിന്നിൽ സാമ്പത്തിക സമ്മർദ്ദ രാഷ്ട്രീയമാണ് കൂടുതലായി കണ്ടത്. സ്റ്റീൽ, അലൂമിനിയം, വാഹന ഘടകങ്ങൾ എന്നിവയ്ക്ക് തീരുവ തുടർന്നാലും ആഗോള വ്യാപാര ബന്ധങ്ങളിൽ ഇതിനകം ഉണ്ടായ ക്ഷതം ഇല്ലാതായില്ല. അമേരിക്കൻ വിപണിയിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന രാജ്യങ്ങൾക്ക് ഇതൊരു തടസ്സമായി തന്നെ തുടരാം. എന്നാൽ അതേസമയം മറ്റു വിപണികളിലേക്കുള്ള വഴികൾ തേടാനുള്ള പ്രേരണയും ഇത് നൽകും. ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ ഇതിനകം തന്നെ കയറ്റുമതി വൈവിധ്യവൽക്കരണത്തിലേക്ക് നീങ്ങുകയാണ്. അതായത് സമ്മർദ്ദം വർദ്ധിച്ചാൽ ആശ്രയം കുറയും. ഇതാണ് ആഗോള വ്യാപാരത്തിന്റെ പുതിയ യാഥാർത്ഥ്യം. വിമർശനങ്ങളെ അവഗണിക്കുകയും എതിർപ്പുകളെ ആക്രമിക്കുകയും അന്താരാഷ്ട്ര ബന്ധങ്ങളെ പോലും ഇടപാടുകളായി കാണുകയും ചെയ്ത സമീപനം ട്രംപിന്റെ നേതൃപാടവത്തെക്കുറിച്ച് സംശയങ്ങൾ ഉയർത്തി. ഈ വിധി അത്തരം രാഷ്ട്രീയത്തിന് ലോകം ഇനി മുഴുവൻ വഴങ്ങില്ല എന്ന സന്ദേശമാണ് നൽകുന്നത്. സാമ്പത്തിക ശക്തി ഉപയോഗിച്ച് മറ്റു രാജ്യങ്ങളെ സമ്മർദ്ദത്തിലാക്കാം, പക്ഷേ നിയമ സംവിധാനത്തെ മറികടക്കാൻ സാധിക്കില്ല. ഇന്ന് സുപ്രീം കോടതി എടുത്ത നിലപാട് അമേരിക്കയിലെ ജനാധിപത്യ സ്ഥാപനങ്ങൾ ഇപ്പോഴും പ്രവർത്തനക്ഷമമാണ് എന്ന് ലോകത്തിന് മുന്നിൽ തുറന്നു കാണിക്കുന്നു. അതോടൊപ്പം ഒരു നേതാവിന്റെ വ്യക്തിപരമായ അഹങ്കാരം രാജ്യത്തിന്റെ വ്യാപാര നയത്തെ മുഴുവനായി കൈവെള്ളയിൽ ഒതുക്കാനാവില്ല എന്നും ഓർമ്മപ്പെടുത്തുന്നു. ട്രംപ് പ്രഖ്യാപിച്ച എല്ലാ തീരുവകളും റദ്ദായിട്ടില്ല എന്നത് സത്യമാണ്. പക്ഷേ ഭൂരിഭാഗവും അസാധുവാക്കിയതോടെ അദ്ദേഹത്തിന്റെ താരിഫ് യുദ്ധം അനിശ്ചിതത്വത്തിലും നിയമപരമായ പ്രതിസന്ധിയിലും കുടുങ്ങിയിരിക്കുകയാണ്. ശക്തിയുടെ രാഷ്ട്രീയം കുറച്ചുകാലം നിലനിൽക്കാം, പക്ഷേ സ്ഥിരത നൽകുന്നത് നിയമവും സഹകരണവുമാണ്.